ഈ ഉദ്ഘാടന യോഗത്തിൻ്റെ അധ്യക്ഷ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി അംബിക രാജേന്ദ്രൻ, സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന പ്രിയ സുഹൃത്ത് സുനിൽ, ശ്രീ പ്രിൻസിപ്പൽ ജോൺ, സണ്ണി കുര്യാക്കോസ്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, CJ സ്മാരക പ്രസംഗ സമിതി 1961 പ്രവർത്തനം ആരംഭിച്ചത്. 1960 CJ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുന്നതിനും അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന മേഖലകളിൽ കൂടുതൽ പഠനങ്ങളും വിചിന്തനങ്ങളും നടത്തുന്നതിനും വേണ്ടി കൂത്താട്ടുകുളം കേന്ദ്രമാക്കി CJ സ്മാരക സമിതി പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. 1961 തന്നെ CJ സ്മാരക പ്രസംഗങ്ങളുടെ ആദ്യത്തെ എഡിഷൻ കൂത്താട്ടുകുളത്ത് നടന്നു. പിന്നീട് ഏതാണ്ട് മുടങ്ങാതെ എല്ലാ കൊല്ലവും വളരെ പ്രസക്തമായ ഏതെങ്കിലും വിഷയത്തെ കേന്ദ്രീകരിച്ചുള്ള ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന പ്രഭാഷണ പരമ്പരകൾ നടത്തി വരാറുണ്ട്. പ്രസംഗ സമിതിക്ക് ആദ്യകാലം മുതൽ നേതൃത്വം കൊടുത്തിരുന്നത് പ്രൊഫസർ NI അബ്രഹാം NI സാറാണ്. അദ്ദേഹം CJ സ്മാരക പ്രസംഗ സമിതിയുടെ പ്രസിഡൻ്റ് എന്ന് മാത്രമല്ല, കൂത്താട്ടുകുളത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുകയും കൂത്താട്ടുകുളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്ത ബഹുമാന്യനായ വ്യക്തിയായിരുന്നു NI അബ്രഹാം സാർ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ കഴിഞ്ഞ ദിവസങ്ങൾ വരെ, കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ അദ്ദേഹം തന്നെ ആയിരുന്നു CJ സ്മാരക പ്രസംഗ സമിതിയുടെ പ്രസിഡൻ്റായി പ്രവർത്തിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം ഏവരെയും എന്നതുപോലെ CJ സ്മാരക സമിതിയുടെ പ്രവർത്തകരെയും ആഴത്തിൽ ദുഃഖത്തിലാഴ്ത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് ഞങ്ങളിൽ ചിലർ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം നൽകിയിരുന്നത് പോലെയുള്ള ഒരു നേതൃത്വം പ്രസംഗ സമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് എങ്ങനെ നൽകാൻ സാധിക്കും എന്നുള്ള ആലോചനയിലാണ് ഞങ്ങളെല്ലാവരും. ഈ സന്ദർഭത്തിൽ ആദ്യമായി NI അബ്രഹാം സാറിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അതുപോലെ CJ സ്മാരക പ്രസംഗ സമിതിയെ സംബന്ധിച്ചിടത്തോളം അനുസ്മരിക്കേണ്ട മറ്റൊരു വ്യക്തി നമ്മുടെ ഏവരുടെയും സുഹൃത്തായിരുന്ന ഡോക്ടർ G. ശ്രീജിത്താണ്. ശ്രീജിത്ത് നമ്മുടെ അടുത്ത് കോഴിപ്പള്ളി സ്വദേശിയായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ 10-15 വർഷങ്ങളായിട്ട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ അധ്യാപകനായി പ്രവർത്തിക്കുകയായിരുന്നു. വളരെ ആകസ്മികമായിട്ടാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നമ്മെ വിട്ടുപോയത്. ശ്രീജിത്ത് CJ സ്മാരക പ്രസംഗ സമിതിയുടെ ജോയിൻറ്റ് സെക്രട്ടറിയായി കുറച്ചു കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം കൂത്താട്ടുകുളത്തുള്ളപ്പോഴും കൂത്താട്ടുകുളത്ത് നിന്ന് വിട്ടുനിന്നപ്പോഴും പലപ്പോഴും നമ്മുടെ പരിപാടികളിൽ വരികയും സഹകരിക്കുകയും ക്രിയാത്മകമായി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന വളരെ ഉറ്റ സുഹൃത്താണ്. അദ്ദേഹത്തെയും അനുസ്മരിക്കുകയും അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്യുന്നു. CJ തോമസിനെ പറ്റിയോ CJ തോമസിൻ്റെ ചിന്താലോകത്തെ പറ്റിയോ വളരെ വിസ്തരിച്ചൊന്നും ഈ സദസ്സിൽ പറയേണ്ട ആവശ്യമില്ല എന്നെനിക്കറിയാം. കാരണം CJ സ്മാരക പ്രസംഗങ്ങളിൽ പങ്കെടുക്കുന്നതിന് എത്തിച്ചേരുന്നത് കൂത്താട്ടുകുളത്തുള്ള ആളുകൾ മാത്രമല്ല, പരിസര പ്രദേശങ്ങളിലും അല്പം ദൂരദേശങ്ങളിലും ഉള്ള ആളുകൾ എത്തിച്ചേരാറുണ്ട്. അതിന് ഒരേ ഒരു കാരണം CJയുടെ കൃതികളോടും CJയുടെ നാടകങ്ങളോടും CJയുടെ ചിന്തകളോടും അവർക്കുള്ള ഹൃദയ ഐക്യമാണ് എന്നെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് CJയുടെ പ്രവർത്തന മേഖലകളെ പറ്റിയോ ചിന്താമണ്ഡലങ്ങളെ പറ്റിയോ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു കാര്യം മാത്രം എടുത്തു പറയുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. സ്വതന്ത്ര ചിന്ത ആണ് CJ മുമ്പോട്ട് വെച്ച ആശയം. ഏത് കാലത്തും സ്വതന്ത്ര ചിന്ത പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതിപക്ഷത്തായിരിക്കും എന്ന് നമുക്കറിയാം. ഒരിക്കലും പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മാറാൻ അവർക്ക് കഴിയില്ല. ഏതെങ്കിലും കാര്യത്തിൽ ആന്തരികമായ ഒരു പ്രതിപക്ഷ സ്ഥാനം അല്ലെങ്കിൽ ആന്തരികമായ ഒരു വിമർശന സ്ഥാനം ഉള്ളിൽ സൂക്ഷിക്കുന്നവരായിരിക്കും എപ്പോഴും സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള ആളുകൾ. അവരുടെ ചിന്തയുടെ ഉൾക്കനം നമുക്ക് മനസ്സിലാകുന്നത് മിക്കവാറും അവരുടെ കാലത്തിന് ശേഷവും
അവരുടെ ജീവിതകാലത്തിന് ശേഷമായിരിക്കാൻ ഇടയുണ്ട്. ഇപ്പോൾ ക്രൈം 1127-28 എന്ന് പറയുന്ന നാടകം പോലെ ഒരു നാടകം ആ കാലത്ത് വിഭാവനം ചെയ്യുകയും എഴുതുകയും ചെയ്യുക എന്ന് പറയുന്നത് എത്ര നൂതനമായ, എത്ര വിപ്ലവകരമായ ഒരു കാര്യമായിരുന്നു എന്ന് പിൽക്കാലത്ത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ധിക്കാരിയുടെ കാതലിലും ഇവനെൻ്റെ പ്രിയപുത്രൻ എന്ന സമാഹാരത്തിലുമൊക്കെ സമാഹരിച്ചിട്ടുള്ള ലേഖനങ്ങളിലെ പൊള്ളുന്ന ചിന്ത പിൽക്കാലമാണ് ഏറ്റുവാങ്ങിയിട്ടുള്ളത് എന്ന് പറയാം. ആ നിലയ്ക്ക് കേരളത്തിൻ്റെ ധൈഷണിക മണ്ഡലത്തെയും ചിന്താമണ്ഡലത്തെയും ഏറ്റവും സമകാലികമാക്കി നിർത്തുന്നതിൽ വലിയ പങ്കുവഹിച്ച CJ തോമസിനെ അനുസ്മരിക്കുന്നതിനും ആദരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് CJ സ്മാരക പ്രസംഗ സമിതി CJ സ്മാരക പ്രസംഗങ്ങൾ നടത്തി വരുന്നത്. ഇത്തവണത്തെ CJ സ്മാരക പ്രസംഗത്തെപ്പറ്റി 1-2 കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. തുടർച്ചയായി നടന്നു വന്നിരുന്ന ഒരു മുഴു ദിവസ CJ സ്മാരക പ്രസംഗങ്ങൾ ഇടയ്ക്ക് വെച്ച് നിലച്ചുപോയി. പിന്നെ ഏതെങ്കിലും ഒരു വ്യക്തിയെ ക്ഷണിച്ചു വരുത്തി ഒരൊറ്റ പ്രഭാഷണമായിട്ട് അങ്ങനെ നടത്തി വന്നിരുന്നു. 2018 CJയുടെ ജന്മശതാബ്ദി ആഘോഷിച്ച ഘട്ടത്തിൽ CJ സ്മാരക പ്രസംഗ സമിതി ഒരു വലിയ സെമിനാർ സംഘടിപ്പിക്കുകയും CJയുടെ ലേഖനങ്ങൾ സമാഹരിച്ച് ഒരു ബൃഹത് ഗ്രന്ഥം സാഹിത്യ അക്കാദമിയുടെ സഹായത്തോടു കൂടി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. 2018 ആ സമ്മേളനത്തിന് ശേഷം അത്രയും വിപുലമായ ഒരു സമ്മേളനം കൂടാൻ നമുക്ക് സാധിച്ചിട്ടില്ല. 2020 ആദ്യം തന്നെ കോവിഡ് ബാധയിൽ നാം അതിൻ്റെ പിടിയിലമർന്നു. പിന്നെ ഒത്തുചേരാനും ആശയങ്ങൾ പങ്കുവയ്ക്കാനുമുള്ള പ്രായോഗികമായ പല തടസ്സങ്ങളും നമുക്ക് നേരിട്ടു. അതിനുശേഷം ഉള്ള ആദ്യത്തെ വിപുലമായ ഒരു സെമിനാറാണ്, ഒരു സിമ്പോസിയമാണ് നമ്മളിപ്പോൾ നടത്തുന്നത്. ഈ സെമിനാർ CJ സ്മാരക പ്രസംഗ സമിതി നടത്തുന്നത് കൂത്താട്ടുകുളം നഗരസഭയുമായിട്ട് സഹകരിച്ചാണ്. കൂത്താട്ടുകുളം നഗരസഭയുടെ സാംസ്കാരികോത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നടത്തുന്നത്. നഗരസഭയിലെ എല്ലാ അംഗങ്ങളും, അതിൻ്റെ ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ, മറ്റ് അംഗങ്ങൾ എല്ലാവരും CJ സ്മാരക പ്രസംഗ സമിതിയുടെ ഈ പ്രപ്പോസൽ അംഗീകരിക്കുകയും ഈ സിമ്പോസിയത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്യുകയും അത് നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വലിയ ഒരു പിന്തുണ ഇത്തവണത്തെ CJ സ്മാരക പ്രസംഗത്തിനുണ്ട് എന്ന കാര്യം കൂടി വളരെ കൃതജ്ഞതയോടുകൂടി ഇവിടെ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഈ സെമിനാറിൻ്റെ പൊതുവായ ഒരു വിഷയം സ്വാതന്ത്ര്യത്തിൻ്റെ 75 ആണ്ടുകൾ എന്നുള്ളതാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ 75 ആണ്ടുകളെപ്പറ്റി ഇന്നത്തെ ഒരു കാലസ്ഥിതിയിൽ നിന്ന് നാം ആലോചിക്കുമ്പോൾ CJ വളരെ മുഖ്യമായി കണ്ടിരുന്ന സ്വാതന്ത്ര്യം എന്ന ആ സങ്കല്പനം, സ്വാതന്ത്ര്യം എന്ന ആ ആശയം ഇപ്പോൾ അനുദിനം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും അതിനുണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ചും ഒക്കെ ആലോചിക്കാതെ നമുക്കിങ്ങനെ ഒരു വിഷയത്തെപ്പറ്റി ഇപ്പോൾ ചിന്തിക്കാൻ സാധ്യമല്ല. കഴിഞ്ഞ 75 വർഷങ്ങൾ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ 75 വർഷങ്ങളുടെ ഗതിയും പരിണാമങ്ങളും എന്തൊക്കെയായിരുന്നു എന്ന് നാമമാത്രമായിട്ടെങ്കിലും ഒന്ന് പരിചിന്തിക്കുന്നതിന് ഒരു ദിവസത്തെ സെമിനാർ പോരാ എന്ന് എന്നെപ്പോലെ നിങ്ങൾക്ക് ഏവർക്കും അറിയാം. അതുകൊണ്ട് വളരെ പ്രസക്തമെന്ന് തോന്നിയിട്ടുള്ള ചില വിഷയങ്ങളെ മാത്രം കേന്ദ്രീകരിച്ചുള്ള പ്രഭാഷണങ്ങളാണ് ഇത്തവണ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം മറ്റു വിഷയങ്ങൾ അപ്രസക്തമാണെന്നല്ല. അത് സമയത്തിൻ്റെയും അതുപോലെ തന്നെ സംഘാടനത്തിൻ്റെയും ഒക്കെ പരിമിതി കൊണ്ടാണ് ഇങ്ങനെ ഏതാനും ചില വിഷയങ്ങളിലേക്ക് അത് കേന്ദ്രീകരിച്ചിട്ടുള്ളത്. സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും ആധുനികമായ ഒരു ദേശീയതയുടെ രൂപപ്പെടൽ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ആധുനിക മനുഷ്യൻ്റെ രൂപീകരണം, ദേശീയതയുടെ രൂപീകരണം, ദേശരാഷ്ട്രത്തിൻ്റെ രൂപീകരണം, മാനവികതാ സങ്കല്പത്തിൻ്റെ രൂപീകരണം, ഇങ്ങനെ നമ്മൾ ഇന്ന് സ്വാഭാവികമെന്നതുപോലെ ജീവിച്ചു വരുന്ന, അനുഭവിച്ചു വരുന്ന പല അനുഭവങ്ങളും രൂപപ്പെട്ടതിൻ്റെ ചരിത്ര പശ്ചാത്തലവും അതിൻ്റെ ഗതിവിഗതികളും ഇന്നത്തെ നിലയ്ക്ക് ഒരു പുനർവിചിന്തനത്തിന് വിധേയമാക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം ദേശീയതാ സങ്കല്പം ഒക്കെ പലതരത്തിൽ വീണ്ടുവിചാരത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. പലതരം പിടിവലികൾ അതിനെ മുൻനിർത്തി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലമാണ് എന്നൊക്കെ നമുക്കറിയാം. ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രഭാഷണത്തോടെ ഇത്തവണത്തെ CJ സ്മാരക പ്രസംഗ പരമ്പര തുടങ്ങി വയ്ക്കുന്നത് നന്നായിരിക്കും എന്ന് ഞങ്ങൾക്കെല്ലാവർക്കും തോന്നി.
ഈ വിഷയം അവതരിപ്പിക്കുന്നതിന് ഏറ്റവും അനുയോജ്യനായ വ്യക്തി പ്രിയപ്പെട്ട സുനിലാണ് എന്ന കാര്യത്തിലും ആർക്കും സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. സുനിൽ പി ഇളയിടത്തെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നെനിക്കറിയാം. അദ്ദേഹം കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് വെളിയിലും ഇന്ത്യക്ക് വെളിയിലും പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ, യൂട്യൂബ് പോലെയുള്ള മാധ്യമങ്ങളിലൂടെ എത്രയോ ആളുകൾക്ക് ഇന്ന് സുഗമമായി കേൾക്കാനുള്ള സാധ്യത ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ജീവിതത്തിൻ്റെ വളരെ വ്യത്യസ്തമായ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ സുനിലിൻ്റെ പ്രഭാഷണങ്ങളെപ്പറ്റി, പ്രസംഗങ്ങളെപ്പറ്റി വളരെ ആവേശപൂർവ്വം സംസാരിക്കുന്നത് കേൾക്കാൻ എനിക്ക് ഇടയായിട്ടുണ്ട്. അത്ഭുതം തോന്നും. പല തരത്തിലുള്ള ആളുകളാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളുടെ ശ്രോതാക്കളായിട്ടുള്ളത് എന്ന കാര്യം. സുനിലിനെ സംബന്ധിച്ചിടത്തോളം ദേശീയത എന്ന ഒരു വിഷയം മാത്രമല്ല, എത്രയോ സമകാലിക പ്രസക്തിയുള്ള വിഷയങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുകയും വളരെ സുഗ്രഹമായ രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ചിന്തകനും പ്രഭാഷകനും എഴുത്തുകാരനുമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് 10-20ഓളം പുസ്തകങ്ങൾ ഇപ്പോൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. മഹാഭാരതത്തിൻ്റെ സാംസ്കാരിക ചരിത്രം എന്ന പുസ്തകമാണ് അടുത്ത കാലത്ത്, അതിനുശേഷവും പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്, അടുത്ത കാലത്ത് വന്നിട്ടുള്ള പുസ്തകങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ പുസ്തകം അതാണ്. എനിക്ക് തോന്നുന്നത് അത് അദ്ദേഹത്തിൻ്റെ വളരെയേറെ വായിക്കപ്പെട്ട ഒരു പുസ്തകവും അതാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലൂടെയും എഴുത്തുകളിലൂടെയും തെളിഞ്ഞു വരുന്ന ചിന്തയെ 3-4 ബിന്ദുക്കളിൽ കേന്ദ്രീകരിക്കാം എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അതിലൊന്ന് ഗാന്ധിയാണ്, മറ്റൊന്ന് മാർക്സാണ്, പിന്നെ ഒന്ന് ശ്രീനാരായണ ഗുരു, പിന്നെ അംബേദ്കർ. ഇങ്ങനെ 4 വ്യക്തികളുടെ പേര് പറഞ്ഞാൽ ആ 4 വ്യക്തികളുടെ പേരുകൾ 4 വലിയ ആശയപ്രപഞ്ചങ്ങൾ, വലിയ ചിന്താപ്രപഞ്ചങ്ങൾ, വലിയ മാനുഷിക പരിഗണനകൾ, ഇതൊക്കെയാണ് നമ്മളുടെ മനസ്സിൽ കൊണ്ടുവരുന്നത് എന്നറിയാം. അപ്പോൾ ഇങ്ങനെ ഈ വ്യക്തികളിലൂടെ പുറത്തു വന്നിട്ടുള്ള ആശയമേഖലകളെയും അവരുടെ ജീവിതത്തിലെ പരിഗണനകളെയും സമകാലിക ലോകത്തിന് മുമ്പിൽ ഉചിതമായ വിധത്തിൽ വ്യാഖ്യാനിച്ച് അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ വലിയ വിദ്യാഭ്യാസ പ്രവർത്തനമാണ്. അദ്ദേഹം പ്രഭാഷണം നടത്തുന്നത് ചിലപ്പോൾ റോഡ് സൈഡിലായിരിക്കും, സെമിനാർ ഹാളിലായിരിക്കും. ചെറിയ പ്രഭാഷണമായിരിക്കും, വലിയ പ്രഭാഷണമായിരിക്കും. ചെറുതായാലും വലുതായാലും എല്ലാ പ്രസംഗങ്ങളെയും ഒരു വൈജ്ഞാനിക സദസ്സായി മാറ്റിയെടുക്കാനുള്ള വലിയ വൈഭവം പ്രഭാഷകൻ എന്ന നിലയിൽ അദ്ദേഹത്തിനുണ്ട് എന്നത് അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹമാണ് ഈ പ്രഭാഷണം ഉദ്ഘാടനം ചെയ്ത് നമ്മോട് സംസാരിക്കുന്നത്. അദ്ദേഹത്തെ നിങ്ങൾ ഏവരുടെയും നാമത്തിൽ CJ സ്മാരക പ്രസംഗ സമിതിയുടെയും കൂത്താട്ടുകുളം നഗരസഭയുടെയും നാമത്തിൽ ഏറ്റവും ഹൃദ്യമായി വളരെ സ്നേഹത്തോടെ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഉദ്ഘാടന സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് നഗരസഭയുടെ വൈസ് ചെയർപേഴ്സണാണ്. നഗരസഭയുടെ ചെയർപേഴ്സണ് വളരെ ഒഴിവാക്കാനാവാത്ത ചില ആവശ്യങ്ങൾ വന്നതുകൊണ്ട് അവർക്കിതിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല. ഈ സെമിനാറിനെ സംബന്ധിച്ചിടത്തോളം CJ സ്മാരകത്തിൻ്റെ ഈ പ്രസംഗ പരിപാടിയെ സംബന്ധിച്ചിടത്തോളം വലിയ താല്പര്യം പുലർത്തിയിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി വിജയ ശിവൻ. ഒഴിവാക്കാനാവാത്ത സാഹചര്യം കൊണ്ട് അവർക്ക് വന്നു ചേരാൻ കഴിയാത്തതുകൊണ്ട് നഗരസഭ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി അംബിക രാജേന്ദ്രനാണ് ഈ സദസ്സിൽ അധ്യക്ഷത വഹിക്കുന്നത്. ആദ്യം പറഞ്ഞതുപോലെ നഗരസഭയുടെ സർവ്വ പിന്തുണയും നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്കുണ്ട്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന ശ്രീമതി അംബിക രാജേന്ദ്രനെ ഹൃദയപൂർവ്വം നിങ്ങൾക്കേവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നീട് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത് നഗരസഭയുടെ മെമ്പർമാരാണ്, കൗൺസിലർമാരാണ്. ഒന്ന് ശ്രീ പ്രിൻസ് പോൾ ജോൺ, നഗരസഭ ചെയർമാനാണ് അദ്ദേഹം ഇപ്പോൾ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. അദ്ദേഹം ആശംസകൾ അർപ്പിച്ച് നമ്മോട് സംസാരിക്കും. അദ്ദേഹത്തെ ഈ സദസ്സിലേക്ക് ഏറ്റവും സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു.
പിന്നീട് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ശ്രീ സണ്ണി കുര്യാക്കോസ് ആദ്യ ഘട്ടം മുതൽ തന്നെ നമ്മുടെ പരിപാടിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹത്തെ നിങ്ങൾ ഏവരുടെയും നാമധേയത്തിൽ ആശംസാ പ്രസംഗത്തിന് വേണ്ടി ഈ വേദിയിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. CJ സ്മാരക ലൈബ്രറിയുടെ ചെയർമാനായ ശ്രീ അനിൽ കരുണാകരനാണ് മറ്റൊരു മുനിസിപ്പൽ കൗൺസിലർ. CJ സ്മാരക ലൈബ്രറി കൂത്താട്ടുകുളത്ത് വളരെ കാലമായി പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്. CJ സ്മാരക സമിതിയുടെ തന്നെ ചില ചെറിയ യോഗങ്ങളൊക്കെ ലൈബ്രറിയിലാണ് ചേരാറുള്ളത്. ലൈബ്രറിയുടെ ചെയർമാൻ ആയിട്ടുള്ള ശ്രീ അനിൽ കരുണാകരനെ നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നീട് ആശംസകൾ അറിയിച്ച് നമ്മോട് സംസാരിക്കുന്നത് ശ്രീ K ചന്ദ്രശേഖരനാണ്. അദ്ദേഹം കൂത്താട്ടുകുളത്തെ രാഷ്ട്രീയ മേഖലയിൽ അറിയപ്പെടുന്ന നേതാവാണ്. NCP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സമുന്നതനായ നേതാവാണ്. ഇപ്പോൾ അദ്ദേഹം കേരളത്തിലെ ഖാദി ബോർഡിൻ്റെ ഒരു അംഗമായി പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തെ ആശംസാ പ്രസംഗത്തിന് വേണ്ടി ഞാൻ നിങ്ങളേവരുടെയും നാമത്തിൽ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ സദസ്സിന് നന്ദി പ്രകാശിപ്പിക്കുന്നത് ശ്രീമതി മരിയ ഗുരോത്തിയാണ്. മുനിസിപ്പാലിറ്റിയുടെ വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണാണ് ശ്രീമതി മരിയ ഗുരോത്തി. അവരെയും ഈ യോഗത്തിലേക്ക് ഏറ്റവും സന്തോഷത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഈ CJ സ്മാരക പ്രസംഗങ്ങൾക്ക് വേണ്ടിയിട്ട് എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരെയും ഈ പരിപാടിയുടെ ഗൗരവം അറിഞ്ഞ് സമയത്ത് തന്നെ എത്തിച്ചേർന്ന് ഇവിടെ സന്നിഹിതരായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരെയും CJ സ്മാരക പ്രസംഗ സമിതിയുടെയും കൂത്താട്ടുകുളം നഗരസഭയുടെയും പേരിൽ സർവാത്മന സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.